ഒരേ പ്രായമുള്ള കുട്ടികളായിരിക്കാം. എന്നാൽ ചില കുട്ടികളിൽ വളരെ പെട്ടെന്ന് തന്നെ ആർട്ടിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ പോയിന്റ് ബേസിക് ഷേപ്പാണ്. ബേസിക് ലൈൻസ് ആൻഡ് ഷേപ്പ് നമ്മൾ നല്ല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ ആദ്യം ബേസിക് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ബേസിക് ഷേപ്പ് വരച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ഒബ്സർവേഷൻ സ്കില്ലാണ്. നമുക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടെങ്കിലായിരിക്കും ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ഷാഡോസ് എങ്ങനെയാണ്, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നമുക്ക് പേപ്പറിലോട്ട് അതേപോലെ വരച്ച് അല്ലെങ്കിൽ കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒബ്സർവേഷൻ. നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഒരു ഒബ്ജക്റ്റിനെ നോക്കി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നോ അത്രയും മനോഹരമായിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ പേപ്പറിലോട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രോയിങ് മെത്തേഡ്. നമ്മളൊരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡ്രോയിങ്ങിൻ്റെ ഒരു ഓർഡറിൽ കറക്റ്റ് മെത്തേഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിലും കളർ ചെയ്യുകയാണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു ഡ്രോയിങ് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോയിങ്ങിൽ ബേസിക് ആയിട്ടുള്ള ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക.